ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കടയിലോട്ട് പോവാം. ഓഫ് റോഡ് വഴിയാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റും ഇല്ല രണ്ടെണ്ണത്തിന്. ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയായി. ഓക്കെ, 6:30 ആയിട്ടുണ്ട്. 6 ആകുമ്പോഴാണ് ഓട്ടത്തിന് ഇറങ്ങുന്നത്. എന്താന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്കാണ് വന്നത്? പണി കഴിഞ്ഞന്ന് രാവിലെ 6 മണിക്കാണ് വന്നത്. 6 മണിക്ക് വന്ന് കിടന്ന് ഉറങ്ങി എണ്ണിച്ച് ഭക്ഷണം കഴിച്ചൊക്കെ വന്നപ്പോൾ വൈകുന്നേരം 6 മണിയായി. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഓട്ടമായിട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഒരു ദിവസം പോലും വീട്ടിൽ ചുമ്മാതെ ഇരിക്കത്തില്ല. കിട്ടുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പുറം ജോലിക്കൊക്കെ പോകും. അപ്പം ഇന്ന് ഇപ്പം കുറച്ച് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് നന്നായിട്ട് ഉറങ്ങിയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് വീണ്ടും ഓട്ടമായിട്ട് ഇറങ്ങി ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ കാണിച്ചു പോകാം. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ബീച്ച് സ്റ്റാൻഡ് അങ്ങോട്ട് പോകാം. അല്ലേ പോകുന്ന വഴി അതിൽ ഓട്ടം വിളിക്കുന്നുള്ള പ്രതീക്ഷയാണ് പോകുന്നത്. അല്ലെ ബീച്ച് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ പോയി കിടക്കാം. അവിടുന്ന് അത്യാവശ്യം ഓട്ടം ഉണ്ട് വൈകുന്നേരം സമയമാകുമ്പോൾ. നേരെ അങ്ങോട്ട് പോകുന്നതായാലും അപ്പൊ അവിടെ പോയിട്ട് കൂടുതലും വിശേഷങ്ങൾ കാണിച്ചു പോവാം. ഓക്കെ, കമോ. ആദ്യത്തെ ഓട്ടം തന്നെ കിട്ടി, വീടിന്റെ അടുത്ത് തന്നെ കിട്ടി. ബീച്ച് സ്റ്റാൻഡിലോട്ട് പോകേണ്ട വന്നില്ല. അതിന് മുമ്പ് തന്നെ ഒരു ഓട്ടം കിട്ടി. തുമ്പോളി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. തുമ്പോളിന്ന് കുറച്ച് ഉള്ളിലോട്ടായിരുന്നു. ഒരു 100 രൂപയുടെ ഓട്ടമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മൾ ബീച്ച് സ്റ്റാൻഡിലാണ് അങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ആരെങ്കിലും പോകുന്ന വഴി അതിൽ ഓട്ടം കയറും എന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ ആര് വിളിച്ചാലും കയറുന്ന അവിടെ തൊട്ടാണ് നമ്മുടെ ഇവിടുത്തെ കിലോമീറ്റർ കൂലി കൂട്ടുന്നത് കേട്ടോ. മറ്റേ റിട്ടേൺ കൂലി നമുക്കില്ല ഇവിടെ. എവിടെ നിന്ന് ആള് കയറുന്നോ അവിടെ തൊട്ടുള്ള കൂലിയാണ്. അപ്പം നേരെ നമുക്ക് ബീച്ച് സ്റ്റാൻഡിലോട്ട്. വരുന്ന വഴി തന്നെ ക്യൂട്ടി പേ കേക്ക് അങ്ങോട്ടൊരു ഓട്ടം കിട്ടും. നമ്മുടെ കളക്ടറേറ്റിന് അടുത്തായിട്ട് വരും. ഒരു 50 രൂപയുടെ ഓട്ടമായിരുന്നു. അവിടുന്ന് ആളെ ഇറക്കിയിട്ട് സ്റ്റാൻഡിൽ പിടിച്ചിട്ടില്ല. ബീച്ച് സ്റ്റാൻഡിലോട്ട് വീണ്ടും ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് ഓട്ടം ഓരോന്നായിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല തന്നെ. എന്തായാലും ബീച്ച് സ്റ്റാൻഡിലോട്ട് പോട്ടെ. അവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. കടവ് കിട്ടി ഗായ്സ്. ഇന്നാണെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പിന്റെ വിളിയും തുടങ്ങിയിട്ടുണ്ട്. നേരെ നമുക്ക് ഷൗക്കോട്ടപ്പാലത്തിനോടെ പോയി എന്തായാലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കും. ദോശ ഓംപ്ലേറ്റ് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, നേരെ അങ്ങോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് കാണിക്കാൻ പറ്റില്ല. ഓട്ടോറിക്ഷ വിശേഷം. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ അത് വീഡിയോയിലും കൂടെ വീട്ടിലെ വീഡിയോ കൂടെ കുറച്ച് ആഡ് ചെയ്യാം. നോക്കാം. ഓക്കെ, നേരെ ഇനി വീട്ടിലോട്ട് പോവാം. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഓട്ടം ചെറിയ ഓട്ടമായിരുന്നു. ചെറിയ ഓട്ടം അത്യാവശ്യം ഓട്ടം ഉണ്ടായിരുന്നു. വീഡിയോ ഒരുപാട് ലെങ്ത് ആയില്ലെന്നേ ഉള്ളൂ. വെയിറ്റ് എടുക്കാം. വെയിറ്റ് അടിച്ചിട്ട് വരാം. വീടിൻ്റെ അകത്തോട്ട് കയറാം. ലായ്ക്ക് എന്തെടുക്കാന്ന് നോക്കാം. വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇപ്പം നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ്. പുറത്തോട്ട് തന്നെ കട വരുന്ന പോവാണ്. ചില്ലറ സാധനമൊക്കെ മേടിക്കാനുണ്ട്. ഞാനുണ്ട്, ആസിയ ഉണ്ട്, ലായ്ക്കുണ്ട്. ഞങ്ങൾ സ്കൂട്ടറിൽ പോവുകയാണ്. അടുത്ത് വരുന്ന പോയിട്ട് വരാം. സാധനം മേടിച്ചോണ്ട് വരാമല്ലേ. നമുക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടത്? എന്തിട്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കടയിലോട്ട് പോവാം. ഓഫ് റോഡ് വഴിയാണ് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെൽമെറ്റും ഇല്ല രണ്ടെണ്ണത്തിന്. നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. കടയിലോട്ട് ഞാൻ കയറിയിട്ടില്ല. അവൾ കയറി സാധനം മേടിക്കുവാണ്. ആ സമയം കൊണ്ട് എൻ്റെ ഫോണിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് മാറാം. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപാട് വർക്കുകൾ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം വെയിറ്റിംഗ്. അവളെന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വരട്ടെ. ഒക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാലും ഇനി ഒരുപാട് വീഡിയോ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എന്തോ ഒരു വല്ലാത്തൊരു മടുപ്പ് പിടിച്ചൊരു വീഡിയോ തന്നെയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ. എന്തായാലും ഇനി വിശേഷങ്ങൾ ഒത്തിരി ഒന്നും ഇല്ല. ഇനി എന്തായാലും അടുത്ത വീഡിയോയിലുള്ള നല്ല കണ്ടൻറ്റ്, നല്ല ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ.